അച്ഛൻ ഞാൻ പോവന്നേ, അവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആ പിന്നെ അച്ഛാ. ആ മോളെ പോയിക്കോ, ബസ് സമയം തെറ്റണ്ട, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. മാഷേ. ആ ജോസഫോ, വാ ഇരിക്ക്. എന്തൊക്കെ ഉണ്ടോ ജോസഫേ, കുറെ ആയാലും കണ്ടിട്ട്. കുറച്ച് തിരക്കിലായി പോയിരുന്നു മാഷേ. പിന്നെ ഞാനിപ്പോ വന്നത് നമ്മുടെ രാകേഷിന്റെ ഒരു കാര്യം. അറിയാമല്ലോ, എല്ലാം അറിയാം. ഭൂം എന്ന നരകത്തിൽ നിന്നും ത്രാണം ചെയ്യുന്നവരാണ് പുത്രൻ. അക്ഷരം പകർന്നു കൊടുത്ത് കണ്ണു തെളിയിച്ച അധ്യാപകനാണ് ഞാൻ. സ്വന്തം മകൻ മദ്യവും മയക്കുമരുന്നുമായി ആതിര ഗർഭിണിയാണ് ജോസഫേ. രാകേഷിന് ചില വേണ്ടാത്ത ബന്ധങ്ങൾ. ആ ജോസേട്ടാ, നേരത്തെ വന്നാ ഇരിക്കേ, ഞാൻ അച്ഛന്റെ മരുന്ന് ചീട്ടെടുക്കാൻ പോകും. കണ്ണീരാറ്റിൽ ചാഞ്ചാടി. ഇനിയിപ്പൊ നീ ചെയ്യണ്ടി, ഓനെ കൊണ്ട് വലിയ തലവേദനയല്ല. ഓനെ കൊണ്ട് തലവേദനയാന്നോന്നാ, ഓൻ ഏടെല്ലാം പോകുന്ന നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ഓനെ കണക്ക് നമ്മൾ വേണ്ടാത്ത പണിക്കൊന്നും പോകുന്നില്ല. നമ്മള് കുറച്ച് വെള്ളടിക്കുന്നല്ലാതെ വേറൊന്നും. നീ ഏത് ലോകത്തായി ജീവിക്കുന്നത്? ഇത് ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല, ശാസ്ത്രീയമായ രക്തദാനത്തിലൂടെയും സിറിഞ്ചുകൾ ഷെയർ ചെയ്യുന്നതിലൂടെയും ഇത് പകരാം. ഇതവൻ പിടിക്കുന്ന കട്ട് ചെയ്ത് ഇനി ഓന്റെ ഫോൺ അത് ബ്ലോക്ക് ബ്ലോക്കാക്കി ഒഴിവാക്കി. രാകേഷ്, നീ എന്താ ഇവിടെ കിടക്കുന്നേ? നീ ഇപ്പൊ വീട്ടിലേക്കൊന്നും പോവാറില്ലേ? ഞാൻ ഒറ്റക്കായി ജോസഫേ. എന്റെ കൂട്ടുകാര് പോലും എന്നെ വിളിക്കാറില്ല. വീട്ടിലേക്ക് ഞാൻ എങ്ങനെ പോകും? സമൂഹം ഇനി ഏത് കണ്ണിലൂടെയാണ് ജോസഫെ എന്നെ കാണുന്നത്? 1987 കേരളത്തിൽ ആദ്യമായി HIV റിപ്പോർട്ട് ചെയ്തത്. അന്ന് HIV ബാധിതരോടും കുടുംബത്തോടും ഭ്രഷ്ട് തന്നെയായിരുന്നു സമൂഹത്തിൽ. പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ നിഷ്ഠൂരമായി ആട്ടിയകറ്റി. വ്യക്തമായ പഠനം തന്നെ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഗവൺമെന്റും ഇത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യക്തമായ അവബോധമുള്ള സമൂഹമാണ് ഇന്നുള്ളത്. ഒരു ചെറിയ ശതമാനം ആളുകൾ ഇതിനെതിരായിരിക്കാം. എന്നാൽ ചിട്ടയോടും സാംസ്കാരിക അവബോധത്തോടും കൂടിയുള്ള ജീവിത രീതിയിലൂടെ ഈ രോഗത്തിന്റെ അപകട സാധ്യതകളെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അച്ഛനെന്നും നിന്നെ ചൂണ്ടിക്കാട്ടി എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നിന്നോട് എനിക്ക് ദേഷ്യായി. ഇപ്പോ നീ മാത്രമേ ഉള്ളൂ. ദിനം പ്രതി പുതിയ പുതിയ രോഗങ്ങൾ വന്ന് ഒരുപാട് ആളുകൾ മരിക്കുന്നു. ആർക്കാണ് രാകേഷേ ജീവനിൽ ഗ്യാരണ്ടി? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ അകത്തു പോ മാഷേ. നിന്റെ ജീവിതം നിന്റെ അവകാശമാണ്. ഇതുപോലെ ഓരോരുത്തരുടെയും ഈ ഭൂമിയിൽ പിറക്കാനുള്ള ഒരു കുഞ്ഞിന്റെ അവകാശമാണ് നിഷേധിക്കപ്പെട്ടത്. ആരാണ് ഉത്തരവാദി?